മോയ്സ്ചറൈസറാണ്. പാലക്കാട് ആലത്തൂർ SN കോളേജിലെ വിദ്യാർത്ഥികൾ അവരുടെ ഹണി ബി ക്ലബിൻ്റെ നേതൃത്വത്തിൽ നിർമ്മിച്ചെടുത്തതാണിത്. ഇത് മാത്രമല്ല, കൂടാതെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ അവർ നിർമ്മിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് അവയൊക്കെ പരിചയപ്പെടാം. എങ്ങനെയാണ് ഈ തേനീച്ച കൃഷിയിലേക്ക് അവർ എത്തിയതെന്നും നമുക്കറിയാം. ആലത്തൂർ SN കോളേജിലെ കുട്ടികൾക്ക് ഇത് പഠനത്തോടൊപ്പമുള്ള ഒരു സ്വയം തൊഴിൽ പരിശീലനം കൂടിയാണ്. കോളേജിലെ ഹണി ബി ക്ലബിന്റെ നേതൃത്വത്തിലാണ് ഈ പരിപാടികളെല്ലാം. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ലൈഫ് സൈക്കിൾ പഠിക്കാനും എക്സ്റ്റൻഷൻ ആക്ടിവിറ്റീസിൽ ഏർപ്പെടാനും ഫാമേഴ്സിൻ്റെ അടുത്തുനിന്ന് അവർക്ക് ഈ ഒരു തേൻ ഉൽപ്പാദിപ്പിക്കുന്നത് മനസ്സിലാക്കാനും കഴിഞ്ഞു. അതിലൂടെ തന്നെ പല കുട്ടികളും ഓൺട്രപ്രണർഷിപ്പ് എന്നുള്ള ഒരു മേഖലയിലേക്ക് തിരിയാനുള്ള ഒരു അവസ്ഥയിലേക്കും വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം കോളേജിന് സമീപത്തെ റബ്ബർ തോട്ടത്തിൽ 400 തേനീച്ച പെട്ടികൾ സ്ഥാപിച്ചിരുന്നു. 50 ലിറ്റർ തേനാണ് റബ്ബർ പൂക്കുന്ന സമയത്ത് മാത്രം കിട്ടിയത്. തേൻ കർഷകൻ ടിൻഡു ദാസിന്റെ സഹായം കൂടി ലഭിച്ചതോടെ കുട്ടികളുടെയും അധ്യാപകരുടെയും ആശയങ്ങൾ പ്രാവർത്തികമായി. തേനീച്ച വളർത്തുക കൂടിയല്ല, പല കർഷകർക്ക് എന്താ ബുദ്ധിമുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വിപണി കണ്ടെത്തുകയാണ്. എല്ലാവരും പറയും തേൻ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്, എൻ്റെ തേനീച്ച വിൽപ്പനയില്ല. നമുക്കിതിൽ ഒരുപാട് സാധ്യതകൾ കണ്ടെത്തി നമ്മൾ അവിടെയൊക്കെ അതിലേക്ക് ഇറങ്ങിച്ചെല്ലണം. മൂല്യവർദ്ധിത തേനുൽപ്പന്നങ്ങൾ കോളേജ് വിപണിയിൽ എത്തിച്ചപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് 10,000 രൂപയുടെ വിൽപ്പന നടന്നു. ഇതോടെ കുട്ടികൾക്ക് കോൺഫിഡൻസ് ആയി. ഹണീൻ്റെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പം അതിൻ്റെ ബീ വാക്സ് കൊണ്ട് മോയ്സ്ചറൈസിങ് ക്രീമും ലിപ് ബാമും അങ്ങനെയുള്ള കാര്യങ്ങളും, പിന്നെ തേന് കൊണ്ട് കാന്താരി ഹണി, ഗാർലിക് ഹണിയൊക്കെ കൊളസ്ട്രോളിനും ഡൈജസ്റ്റീവ് ആക്ടിവിറ്റീസിനൊക്കെ നല്ലതാണ്. കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്യാതെ ഫ്രഷ് ആയിട്ട് ഇവർ തന്നെ നമ്മുടെ കൺമുന്നിൽ തന്നെ ചെയ്യുന്നതുകൊണ്ട് ഈ ഹണിക്ക് ഒരുപാട് ആൾക്കാർ കൂടുതൽ ഇഷ്ടപ്പെട്ട് അത് ചോദിച്ച് വരുന്നുണ്ട്. അതാണ് ഈ ഹണി ബി ക്ലബിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കൊടുക്കുന്ന പ്രൊഡക്റ്റ് ഷുഡ് ബി എല്ലാവർക്കും ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റിയിൽ നല്ല രീതിയിൽ കൊടുക്കുക എന്നുള്ളതാണ്. എന്തായാലും കോളേജ് പരിസരത്തെ കർഷകർക്ക് 700 തേനീച്ച പെട്ടികൾ കൂടി ലഭ്യമാക്കി പദ്ധതി വ്യാപിപ്പിക്കാനുള്ള ആലോചനയിലാണ് കുട്ടികൾ. കട്ട സപ്പോർട്ടുമായി ക്ലബ്ബ് കോർഡിനേറ്റർ കൂടിയായ ഡോക്ടർ പ്രസീജയും ഒപ്പമുണ്ട്. നിഖിൽ പ്രമേഷ്, 24 പാലക്കാട്.